കണ്ണൂർ കൊയിലി ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം വിജയിച്ചു. ആശുപത്രി മാനേജ്മെന്റ് നഴ്സുമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. ആശുപത്രിയിൽ നിന്ന് അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, നഴ്സുമാരുടെ സമരം വിജയിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ ലീഗ് പ്രവർത്തകരൊക്കെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടത്തേക്ക് സമരം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇത്രയും ദിവസങ്ങൾ നീണ്ടൊരു സമരം വിജയത്തിലാണ് പര്യവസാനിച്ചത്. മാധു, തീർച്ചയായിട്ടും 62 ദിവസമായി തുടരുന്ന സമരത്തിനാണ് ഒരു പരിസമാപ്തിയായിരിക്കുന്നത്. നഴ്സുമാരുടെ ന്യായമായ ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളായിരുന്നു ഇത്തരം ഒരു ആശുപത്രികളിലായിരുന്നു നഴ്സുമാർ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ കൊയിലി ആശുപത്രി മാത്രമായിരുന്നു ഈ ആവശ്യം അംഗീകരിക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. പക്ഷേ ഇപ്പോൾ കൊയിലി ആശുപത്രിയിലെ അവരുടെ ആവശ്യം കൂടി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ തന്നെ യൂത്ത് ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും AIYF-ൻ്റെയും ഒക്കെ ആളുകൾ, പ്രവർത്തകർ ഇതിലേക്ക് ഐക്യദാർഢ്യവുമായി എത്തി. നാളെ മുതൽ ജോലിക്ക് കയറും. 62 ദിവസം. കുറേ ജനങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. രാഷ്ട്രീയങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. ചെറിയൊരു ഞങ്ങൾ പ്രതീക്ഷിച്ചക്കാരായ തന്നെയാണ്. ഞങ്ങൾക്ക് ഫുഡ് ഞാനിവിടെ ഹോസ്റ്റലിൽ ഞാനിവിടെ പഠിച്ചൊരു കുട്ടിയാണ്. അപ്പോൾ ഇവിടെ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. വെറും 15,000 രൂപയ്ക്കാണ് ഞാനിവിടെ ജോലി ചെയ്യുന്നത്. അത് ഈ ഹോസ്റ്റലിലും കൂടെ നിൽക്കുന്നതുകൊണ്ട് വെറും 13,500 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്നതിൻ്റെ എല്ലാം കൂടെ ആയിട്ടൊരു 2,000 രൂപ പോലും കയ്യിൽ വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉണ്ടായിട്ടുണ്ടായേ. ഫുഡ് പോലും കഴിക്കാണ്ട് ഞങ്ങളിവിടെ നിരാഹാരം കിടന്നിട്ടുണ്ട്. രാത്രി ഞങ്ങൾ കിടന്നിട്ടുണ്ട്. ഒരു തറയിൽ കിടന്നിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ചെറിയൊരു വെളിച്ചം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ചെറിയൊരു ശക്തിയിൽ തുടർന്ന് ഞങ്ങളിപ്പോൾ കാട്ട് തീയായിട്ട് ഇവിടെ നിന്നു. അതേപോലെ ഞങ്ങൾക്ക് കുറേ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടല്ല ഒരുപാട് സന്തോഷം. കൊയിലി ആശുപത്രിയിൽ നഴ്സുമാർ നടത്തിയ സമരം വിജയം. കഴിഞ്ഞ 61 ദിവസങ്ങളായി നഴ്സുമാർ സമരത്തിലായിരുന്നു. ഇപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ആശുപത്രിയുടെ തീരുമാനമായിരിക്കുന്നു.